പരാതി നൽകിയ ഷിബ മേനംകുളത്തിന്റെ ഭർത്താവ് പ്രമോദ് മേനംകുളം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ പ്രമോദ്, എപ്പോഴാണ് ഈ CSI ആശുപത്രിയിൽ ഈ ശസ്ത്രക്രിയ നടത്തിയത്? പിന്നീട് നിരന്തര വേദനയുണ്ടായതിനെ തുടർന്ന് അതേ ആശുപത്രിയെ തന്നെയാണോ സമീപിച്ചത്? പ്രമോദ്, കേൾക്കാം. ശസ്ത്രക്രിയ നടത്തിയത് ഡിസംബർ 3-നാണ്. കഴിഞ്ഞ 2025 ഡിസംബർ 3-നാണ് ശസ്ത്രക്രിയ നടത്തിയത്. അത് കഴിഞ്ഞിട്ട് ഇത് പിന്നെ രോഗിയുടെ നില ദിവസം തോറും വഷളായിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് ഞാൻ തിരുവനന്തപുരത്തുള്ള വേറൊരു ഹോസ്പിറ്റലിൽ പോയി അവിടെ 10 ദിവസം അഡ്മിറ്റായി. എന്നിട്ടും ഇത് ഒരു റിലീഫ് ഉണ്ടായില്ല. അതിനുശേഷമാണ് ഞാൻ മൂന്നാമതൊരു ഹോസ്പിറ്റലിൽ, പേട്ടയിലുള്ള മൂന്നാമൊരു ഹോസ്പിറ്റലിൽ പോയത്. അപ്പൊ അവിടുത്തെ ഡോക്ടറാണ് മൂന്നാമത്തെ ദിവസം ഇത് ലൊക്കേറ്റ് ചെയ്തത്. ഇതിനകത്തൊരു തുണികഷ്ണം ഉണ്ടെന്നുള്ളത് പുള്ളി മുറിവ് വൃത്തിയാക്കുന്നതിനിടയിൽ അതിന്റെ ഒരു അറ്റം കണ്ടു. എന്നിട്ട് പുള്ളി അതായത് ഈ തുണി വയറ്റിലൊരു തുണിക്കഷണം ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത് മറ്റൊരു ആശുപത്രിയിൽ നിന്നാണ്. മൂന്നാമത്തെ ഹോസ്പിറ്റലാണ്. അതെ. എന്നിട്ട് പിന്നീട് ഈ ആശുപത്രിയെ തന്നെ സമീപിച്ചോ വീണ്ടും? CSI ആശുപത്രിയിൽ ഇത് കണ്ടുപിടിച്ച ഡോക്ടർ പറഞ്ഞു ഇത് തുണിക്കഷ്ണം പുറത്തേക്ക് എടുക്കാൻ നോക്കിയിട്ട് അത് പറ്റുന്നില്ല. ഇൻസൈഡിൽ അത് സ്റ്റിച്ച് ചെയ്തിരിക്കുകയാണ്. സ്റ്റിച്ചിങ്ങിന്റെ കൂടെ അത് ആയി പോയത് കാരണം ഇത് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ, ബലം പ്രയോഗിച്ച് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇന്റേണൽ ബ്ലീഡിങ്ങിനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് ശസ്ത്രക്രിയ ചെയ്ത ഹോസ്പിറ്റലിൽ തന്നെ പോകുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പൊ അവർക്ക് ഇതിന്റെ പൊസിഷനും കാര്യങ്ങളും ഒക്കെ സ്കാൻ ചെയ്യുമ്പോഴത്തേക്ക് കൂടുതൽ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. അവർക്ക് തന്നെ ഇത് പെട്ടെന്ന് അത് പുറത്തേക്ക് എടുക്കാൻ പറ്റും. അങ്ങനെയാണ് തിരിച്ച് പിന്നെ മിഷൻ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ആയത്. അവിടെ എത്തിയപ്പോൾ എന്തായിരുന്നു അവരുടെ സമീപനം? ഇങ്ങനെയൊരു തുണിക്കഷ്ണം വയറ്റിലുണ്ട്, ഇതിന്റെ വീഡിയോ അയച്ചു കൊടുത്തു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഞാൻ ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വന്നാൽ മതി, ഞാൻ തന്നെ ബാക്കി നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ സെറ്റ് ആക്കി തരാം, നിങ്ങൾ പേയ്മെന്റ് ഒന്നും തരേണ്ടതില്ല എന്ന് പറഞ്ഞു. അങ്ങനെ CSI ആശുപത്രിയിൽ വെച്ച് തന്നെ ശസ്ത്രക്രിയ നടത്തി. അവിടെ തന്നെ ശസ്ത്രക്രിയ നടത്തി. അതിനുശേഷം ഇപ്പോ ബെറ്ററായി വരുന്നു. ഓക്കെ. ഇനിയിപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് എവിടേക്കാണ്? എന്താണ് പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ? പരാതിയിൽ പറയുന്നത് ഈ 3 മാസക്കാലം പിന്നെ ഛർദിലും നിരന്തര ഛർദിലോ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ഛർദിക്കുക, പിന്നെ ഈ പഴുപ്പ് ഡിസ്ചാർജ് പെട്ടെന്ന് വന്നുകൊണ്ടിരിക്കുക, ഡ്രസ്സിങ് ചെയ്തതിന് ശേഷവും ഡിസ്ചാർജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡ്രസ്സ് മാറ്റണം, ഇടയ്ക്കിടയ്ക്ക് ഡ്രസ്സിങ് മാറ്റണം, ഇങ്ങനെ ഡിസ്ചാർജ് വന്നുകൊണ്ടിരിക്കും. പിന്നെ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ വോമിറ്റ് ചെയ്യും. അപ്പൊ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോവുക തന്നെയാണ്. അതെ, നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. ശരി, വളരെയധികം നന്ദി ശ്രീ പ്രമോദ് മേനംകുളം. ഈ അവസരത്തിൽ പ്രതികരിച്ചതിന് പരാതിക്കാരിയുടെ ഭർത്താവാണ്. അപ്പോൾ 3 മാസത്തിലധികമാണ് വയറ്റിലൊരു തുണിക്കഷ്ണം തുന്നി വെച്ചത് കൊണ്ട് തന്നെ വേദന അനുഭവിച്ചത്. സ്വാഭാവികമായിട്ടും അതിനൊരു നീതി ലഭിക്കണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ പരാതിക്കാരടക്കം ഉന്നയിക്കുന്നത്. മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകി നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെ തയ്യാറെടുക്കുന്നത് എന്നുകൂടി വ്യക്തമാക്കുകയാണ് അവർ.